guys, don't forget to give a like and subscribe and give a punch to that notification bell. Bye. ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസിൻ്റെ പാർട്ട് 1 കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടില്ലെങ്കിൽ അതൊന്നുകൂടെ കണ്ട് മനസ്സിലാക്കണം, എന്നിട്ടേ ഇത് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ട്രയാങ്കിൾ എ ബി സി, എ പി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി. ഈ ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ഇതിൽ നോക്കിയാൽ മതി. ഓക്കെ, എ പി പെർപെൻഡിക്കുലർ ടു ബി സി. ഇഫ് ബി സി ഈക്വൽ ടു 112 സെൻറ്റിമീറ്റേഴ്സ്, കോട്ട് ബി ഈസ് ഈക്വൽ ടു 4/3. കോട്ട് ബി എന്ന് പറയുമ്പോൾ ഇവിടെ എ ബി പി സി ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത്. ബിയുടെ അവിടെയാണ് ആംഗിൾ വരുന്നത്. കോട്ട് ബി ഇസ് ഈക്വൽ ടു 4/3 എന്നാണ് പറയുന്നത്. അപ്പോൾ കോട്ട് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. സോ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്, ഈ ബീനെ വെച്ച് നോക്കുമ്പോൾ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്തിരിക്കുന്നത്, അതായത് ഇതാണ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ്. അപ്പോൾ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ഓഫ് ബി, ഓഫ് ആംഗിൾ ബി 4/3 എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് 4 ആണ്, റേഷ്യോ ആണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വേരിയബിൾ, അതിൻ്റെ മൾട്ടിപ്പിൾസ് എന്ത് വേണേലും ആവാം. അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ് എന്നോ വൈ എന്നോ എന്തെങ്കിലും ഒരു വേരിയബിൾ ഇട്ട് കൊടുക്കണം. അത് എത്ര മൾട്ടിപ്പിൾസ് ആണ് നമുക്കറിയാത്തതുകൊണ്ട്. സോ 4x ആൻഡ് ഓപ്പോസിറ്റ്, അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ് 4/3. സോ ഇത് 3x ആയിരിക്കും. ഇനി കോട്ട് സി ഇസ് ഈക്വൽ ടു 12/5. ഇവിടെയാണ് സി, ആംഗിൾ സി ഇരിക്കുന്നത്. അതിൻ്റെ കോട്ട് എന്ന് പറയുന്നത് എഗെയിൻ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. ഇതിൻ്റെ അഡ്ജസൻറ്റ് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന സൈഡ് പി സി ആണ്. അപ്പോൾ അത് 12/5 ആണ്. അതായത് ഇത് 12. വീണ്ടും ഞാനിവിടെ എക്സ് ഇട്ടേക്കുന്നതുകൊണ്ട് ഇതും എക്സ് ഇട്ടാൽ ഇത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാനിത് വൈ എന്നിടുവാണ്. അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സൈഡ്, അതായത് എ പി ആണ്. അപ്പോൾ അത് വീണ്ടും 5y എന്നാവും. ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന എക്സും ഉണ്ട് വൈയും ഉണ്ട്. 2 വേരിയബിൾസ് ഉള്ളപ്പോൾ നമുക്ക് 2 ലീനിയർ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ 2 ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഒന്ന് 3x എന്നും പറഞ്ഞു എ പി, അതേപോലെ തന്നെ 5y എന്നും പറഞ്ഞു എ പി. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 3x ഈക്വൽ ടു 5y ഓർ 3x മൈനസ് 5y ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ 1. ഇനി അടുത്തത്, ഇവിടെ 4x, ബി പി 4x ആണ്, പി സി 12y ആണ്. ടോട്ടൽ 112 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 112 കിട്ടുന്നത്. സോ 4x പ്ലസ് 12y ഇസ് ഈക്വൽ ടു 112. ഇതാണ് ലീനിയർ ഇക്വേഷൻസ്. ഇത് രണ്ട് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളിത് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കണം. ഞാനിപ്പോൾ തൽക്കാലം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആക്കാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2 ആണ്. സോ ഇക്വേഷൻ 1 ഇൻറ്റു ഇത് 3 ആയതുകൊണ്ട് 3 ഇൻറ്റു 4 ചെയ്യും. സോ ഇൻറ്റു 4 ആണ് എല്ലാത്തിനും ചെയ്യുന്നത്. 4 കൊണ്ട് ഇതിനെ ചെയ്യുമ്പം 12x മൈനസ് 20y ഈക്വൽ ടു 0. ഇക്വേഷൻ 3. അതേപോലെ ഇക്വേഷൻ 2നെ ഞാൻ 3 കൊണ്ടാണ് ചെയ്യുന്നത്. സോ ഇക്വേഷൻ 2നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 12x പ്ലസ് 12 ഇൻറ്റു 3 36y ഈക്വൽ ടു 112 ഇൻറ്റു 3, അതായത് 336. ഇനി ഞാൻ ഇക്വേഷൻ 4 മൈനസ് 3 എന്നോ 3 മൈനസ് 4 എന്നോ എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ 3 ഇക്വേഷൻ, ഇതിപ്പം വലിയ നമ്പർ ഇവിടെയാണല്ലോ, അതുകൊണ്ട് ഞാൻ 4 മൈനസ് 3 ചെയ്യാൻ പോവാണ്. സോ 12x മൈനസ് 12x അത് പോയി. 36 മൈനസ് 20y, 36y മൈനസ് 20y, അപ്പോൾ 16y ഇസ് ഈക്വൽ ടു 336. അതിൽ നിന്ന് y ഇസ് ഈക്വൽ ടു 336 ഡിവൈഡഡ് ബൈ 16. ഒരു മിസ്റ്റേക്ക് ഇവിടെ പറ്റി. 36y മൈനസ് 20y ആണ്.
അപ്പോൾ ഇവിടെ 36y മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. സോ 36 + 20, സോ 56y ആണ് ഇവിടെ ആവുന്നത്. 56y ആണ് 336. അപ്പോൾ പിന്നെ അതിൽ നിന്ന് y = 6 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ ഈ വൈയുടെ വാല്യൂ ഇക്വേഷൻ 1-ലോ 2-ലോ 3-ലോ 4-ലോ എന്തിൽ വേണമെങ്കിലും ഇടാം. അല്ലെങ്കിൽ ഇനി ഇതിലിട്ടാലും മതി, ഏതിൽ വേണമെങ്കിലും ഇടാം. ഓക്കെ, സോ 3x = 5y ഇടാൻ പോകുന്നത്. അപ്പോൾ 5 × y 6 ആണ്. 5 × 6 30. സോ x = 30 / 3, which is equal to 10. സോ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഇപ്പോൾ കിട്ടി. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എ പിയുടെ ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് എ പി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ആക്ച്വലി ഈ വൈയും എക്സും രണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എ പി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3x ആണ്, അല്ലെങ്കിൽ 5y ആണ്. അപ്പോൾ എക്സ് അറിഞ്ഞാലും മതി, വൈ അറിഞ്ഞാലും മതി. ആ റെസ്പെക്റ്റീവ് 3 × x ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 3 × x ചെയ്യുക, വൈ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 5 × y ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ടും കണ്ടുപിടിച്ചു. നമുക്ക് നോക്കാം. എ പി = 3x ആണ്, അതായത് 3 × എക്സിൻ്റെ വാല്യൂ എത്ര? 10, 30. സോ 30 ആണ് എ പിയുടെ വാല്യൂ. ഇനി 5y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിലോ 5y = 5 × വൈയുടെ വാല്യൂ 6 ആണ്. സോ 5 × 6 അഗൈൻ 30 തന്നെ വരും. സോ രണ്ടും സെയിം വാല്യൂസ് തന്നെ കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ ഇന്ന റോംബസ് ABCD ഡയഗണൽ ABCD ഞാൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഡയഗണൽ AC is equal to 18 centimeters. Angle between diagonal BD, അതായത് ഇത് BD and side AB is alpha. അതുകൊണ്ട് ഇവിടെ ആൽഫ മാർക്ക് ചെയ്തിട്ടുണ്ട്. such that cos alpha is equal to 0.8. Find the diagonal BD കണ്ടുപിടിക്കണം and perimeter of the rhombus ABCD. അതിനർത്ഥം ഏതെങ്കിലും ഒരു സൈഡും കൂടെ കണ്ടുപിടിക്കണം. സൈഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ റോംബസിനും ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡും കൂടെ കിട്ടിയാൽ നമുക്ക് 4 × സൈഡ് ചെയ്താൽ മതി. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യം ഇതാണ്. ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യണമെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾസ് വേണം. സോ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ എവിടെയാണെന്നാണ് നോക്കണ്ടേ. ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി. അതിനർത്ഥം ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെ നിന്ന് മാത്രമല്ല ഇവിടെയും എല്ലാം 90 ഡിഗ്രിയാണ്. സോ ഇതെല്ലാം ഈ 4 എണ്ണവും ഓരോ റൈറ്റ് ട്രയാങ്കിൾസ് ആയി മാറുവാണ്. ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. ഇതെല്ലാം 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് AC 18 സെൻറ്റിമീറ്റേഴ്സ്. AC എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, 18 സെൻറ്റിമീറ്റർ. ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് 90 ഡിഗ്രി നമ്മളിവിടെ മാർക്ക് ചെയ്തു. ബൈസെക്ട് എന്ന് പറയുമ്പം എക്സാക്ട്ലി ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുമെന്നാണ് അർത്ഥം. അപ്പോൾ AC 18 ആണെങ്കിൽ അതിനർത്ഥം ഇത് 9 ആണ്, ഇത് 9 ആണ്. ഇത് രണ്ടും 9 സെൻറ്റിമീറ്റേഴ്സ് ഈച്ച് ആണെന്ന് അർത്ഥം. ഇത് രണ്ടും 9 ആയതുകൊണ്ട് ഇത് രണ്ടും 9 ആവണമെന്നില്ല. ബിക്കോസ് ഡയഗണൽസ് ഓഫ് എ റോംബസ് ഈക്വൽ അല്ല. ഇനി കോസ് ആൽഫ = 0.8 എന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളാണ് നമ്മളിവിടെ എടുക്കുന്നത്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടുത്തെ അഡ്ജസൻറ്റ് ഏതാണ്? ഇതാണ്. ആണോ? അല്ല, ആക്ച്വലി ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. എന്തുകൊണ്ടാണ്? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് അഡ്ജസൻറ്റ് വരുന്നത് ഈ സൈഡാണ്. ഓക്കെ, സോ കോസ് ആൽഫ = 0.8. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഡെസിമൽ പോയിന്റ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ റേഷ്യോ ആക്കി മാറ്റണം. അതായത് 8/10 ആക്കണം. പിന്നെ വേണേൽ വീണ്ടും ലോവസ്റ്റ് ഫോമിൽ എഴുതാം. സോ 2 × 4 2 × 5 അപ്പോൾ 4/5 എന്ന് വരും. ഇനി കോസ് ആൽഫയാണ് 0.8. അപ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ 4/5. ഇപ്പം അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. സോ ഇത് 4x ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്, ലോങ്ങസ്റ്റ് സൈഡ് അതായിരിക്കും. ഇത് 5x. ഇനി നമുക്ക് BD കണ്ടുപിടിക്കണം. BD കണ്ടുപിടിക്കണമെങ്കിൽ അഗൈൻ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 4x ആണെങ്കിൽ
ഇതും 4x ആയിരിക്കും. ഇനി നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നെ എടുത്താൽ ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അങ്ങനെയാണ് പൈതഗോറസ് തിയറം. അപ്പോൾ പൈതഗോറസ് തിയറത്തിൽ അതിൽ നമുക്ക് പറയാം ഇതിൻ്റെ ബേസ് ഏതാണ്? ഇതാണ് ബേസ്, ഇതാണ് ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അപ്പം ഞാൻ എഴുതുമ്പം 4x ദ ഹോൾ സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ, ഇത് ഏതായാലും മെഷർമെൻ്റ് ആണ്, ഇത് രണ്ടുമാണ് റേഷ്യോ, ഈക്വൽ ടു 5x ദ ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് പറയാം 16x സ്ക്വയർ പ്ലസ് 81 ഈക്വൽ ടു 25x സ്ക്വയർ. Again 25x square minus 16x square, അതായത് 9x square is equal to 81. x square is equal to 9. 81 by 9 ആണ് 9. Again x is equal to plus or minus 3 വരും. Again ഇത് ലെങ്ത് ആണ്, 3 മാത്രമേ എടുക്കത്തുള്ളൂ. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിൻ്റെ വാല്യൂ കിട്ടിയെങ്കിൽ പിന്നെ ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ബി ഡി എന്ന് പറഞ്ഞാൽ therefore ബി ഡി ഈസ് ഈക്വൽ ടു, ബി ഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ. ബി ഡി ഈസ് ഈക്വൽ ടു എന്താണ് ബി ഡി? 4x പ്ലസ് 4x, അതായത് 8x, വിച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 3 24 യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്റർ അല്ലേ? അതെ. ഇവിടെ എ സി നമുക്ക് 18 സെൻറ്റിമീറ്റർ എന്നാണ് തന്നേക്കുന്നത്, അതുകൊണ്ട് ഉറപ്പായിട്ടും സെൻറ്റിമീറ്ററിലാണ്. പിന്നെ ചോദിച്ചേക്കുന്നത് പെരിമീറ്റർ ഓഫ് ദ റോംബസ് എ ബി സി ഡി. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈഡ് അറിയണം, ഇവിടെ സൈഡ് ഉണ്ടല്ലോ എ ബി. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈഡ് എ ബി, 4 ഇൻറ്റു എ ബി വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 5x ആണ്. 5x എന്ന് വെച്ചാൽ 5 ഇൻറ്റു എക്സ് എത്രയാണ്? 3. 60 സെൻറ്റിമീറ്റേഴ്സ്. പെരിമീറ്റർ 60 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ബി ഡിയും കിട്ടി, പെരിമീറ്ററും കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിൽ cos θ is equal to 2x by 1 plus x square. Find the values of sin θ and cot θ given x square less than 1. ഒരു ട്രയാങ്കിൾ വരച്ചു. നമുക്കപ്പോൾ ഇഷ്ടമുള്ള ഒരെണ്ണം എന്തായാലും 90 ഡിഗ്രിയാണ്. പിന്നെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം തീറ്റ ആയിട്ട് എടുക്കാം, കാരണം ഇവിടെ തീറ്റയാണ് എല്ലാം. ഇവിടെ ഞാൻ തീറ്റ ഇതായിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി cos θ is equal to 2x by 1 plus x square. cos θ എന്താണ്? cos എന്ന് പറയുന്നത് adjacent by hypotenuse ആണ്. ഇതിൻ്റെ adjacent എന്ന് പറഞ്ഞാൽ ഇതാണ്, hypotenuse എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്, അതായത് ഇത്. അപ്പോൾ ഇതാണ് 2x, ഇതാണ് 1 plus x square. ഇതിപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് തന്നെ ആയതുകൊണ്ട് പിന്നെ നമ്മളൊരു വേരിയബിൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ എഴുതാം. ഇനി ഇത് രണ്ടും നമുക്ക് അഡ്ജസൻറ്റും ഓപ്പോസിറ്റ് അറിയാം, അഡ്ജസൻറ്റും ഹൈപ്പോട്ടന്യൂസും അറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഓപ്പോസിറ്റ് സൈഡും കൂടെ കണ്ടുപിടിക്കാമല്ലോ. എന്തുകൊണ്ടാണ്? പൈതഗോറസ് തിയറം വെക്കാൻ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇതാണിപ്പം ഹൈറ്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അതിൽ നമുക്ക് ഇപ്പോൾ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഓൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 1 plus x square the whole square minus base square 2x the whole square. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം ഇത് a plus b the whole square എന്നുള്ളതാണ് വരുന്നത്. a plus b the whole square is equal to a square plus b square plus 2ab. അത് ഓർമ്മ ഉണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, അതായത് ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡാണ്. ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്
a square x square the whole square, so x raised to 4, a square plus b square plus 2ab, 2 into 1 into x square, so 2x square minus 2x the whole square, so 4x square, which is equal to root of 1 plus x raised to 4 minus 2x square. ഇതിനെ നമുക്ക് എക്സ് റൈസ് ടു 4നെ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാക്കാം, മൈനസ് 2x സ്ക്വയറിനെ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്നാക്കാം, 1നെ 1 സ്ക്വയർ എന്നാക്കാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് ആവുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിപ്പം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറായി മാറുവാണിത്. അപ്പോൾ എ മൈനസ് ബി എന്ന് ഇതാണ് എ, ഇതാണ് ബി, സോ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ്, സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോവും, സോ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആണെന്ന് കിട്ടി. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ എക്സ് സ്ക്വയർ ആണ്, അതുകൊണ്ട് ഇവിടെയും എക്സ് സ്ക്വയർ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്, അതായത് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് ഓൾട്ടിറ്റ്യൂഡ്. സോ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ഇനി ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് സൈൻ തീറ്റ ആൻഡ് കോട്ട് തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഗൈൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട്, ഗിവൺ എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ 1, എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ 1. നമുക്കിവിടെ കിട്ടിയ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 1 എന്നാണ് കിട്ടിയത്. സോ എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് ഒരു 1നേക്കാളും കുറഞ്ഞ വാല്യൂ ആണ് എക്സ് സ്ക്വയർ. സോ ഇവിടെ എന്ത് പറ്റും? അതിൽ നിന്ന് 1, അപ്പോൾ 1 ആണ് കൂടുതൽ, അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പം ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയി മാറും അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചെടുക്കണം, അതായത് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എടുക്കണം. എങ്ങനെയാണ് എക്സ് സ്ക്വയർ മൈനസ് 1ഉം 1 മൈനസ് എക്സ് സ്ക്വയറും സെയിം ആയിട്ട് വരുന്നത്? ഇപ്പം എക്സിനൊരു വാല്യൂ എടുത്ത് നോക്കുക, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ക്വയർ വരുന്നതുകൊണ്ടാണ് സെയിം ആയിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ എക്സ് സ്ക്വയർ എടുത്തു, പിന്നെ 1നെ ഇങ്ങോട്ടാണ് കൊണ്ടുപോയത്. അതിന് പകരം ഞാൻ 1 ഇവിടെ ഇട്ടിട്ട് എക്സ് സ്ക്വയറിനെ അവിടെ ഇടുമായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് തന്നെ വന്നേനെ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് രണ്ടും സെയിം ആവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സിന് ഒരു 2 എന്ന് വാല്യൂ കൊടുക്കുക, 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4, 4 മൈനസ് 1 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. ഇനി തിരിച്ചാണ് 1 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഗൈൻ 2 സ്ക്വയർ 4, 1 മൈനസ് 4 മൈനസ് 3 ആണ്. മൈനസ് 3യുടെ സ്ക്വയർ ചെയ്യുമ്പോഴും വീണ്ടും മൈനസിൻ്റെ സ്ക്വയർ വന്നാൽ വീണ്ടും പോസിറ്റീവ് തന്നെയാണ്, അതായത് പോസിറ്റീവ് 9 തന്നെ വരും. സോ അതുകൊണ്ടാണ് ഈ എക്സ് സ്ക്വയർ മൈനസ് 1ഉം 1 മൈനസ് എക്സ് സ്ക്വയറും രണ്ടും പോസിബിളാണ്, രണ്ടും നമുക്ക് എഴുതാം ഈ സ്ക്വയർ റൂട്ടിന്. ഓക്കെ, തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പ്രത്യേകം തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 ആണെന്ന്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന വാല്യൂ എടുക്കാൻ പാടില്ല. വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ഇവിടെ വെച്ച് അതിനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എഴുതുമ്പം ഇവിടെ 1 സ്ക്വയർ എഴുതി, ഇവിടെ ഇത് എ, അതായത് ഇവിടെ ഇപ്പോൾ ഇത് എയും ഇത് ബിയും ആയിട്ടാണ് ഞാൻ എടുത്തത്. അതിന് പകരം ഇത് ബിയും ഇത് എയും ആയിട്ട് ആദ്യമേ അങ്ങ് എടുക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് അവേ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ സ്ക്വയർ റൂട്ടും ഈ സ്ക്വയറും കൂടെ പോകും, അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് തന്നെ വരും. സോ ഈ വാല്യൂ നമ്മൾ അതുകൊണ്ട് എടുക്കുന്നില്ല. ഓക്കെ, ഇനി സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. സോ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇത്. സോ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ ഹൈപ്പോട്ടന്യൂസ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതാണ് സൈൻ തീറ്റയുടെ വാല്യൂ. ഇനി അടുത്ത കോട്ട് തീറ്റയും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. സോ ഇതും തീറ്റ തന്നെയാണ്. സോ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ
2x ആണ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് വിച്ച് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ. സോ നമുക്ക് രണ്ടിൻ്റെയും ആൻസർ കിട്ടി. ഇത് രണ്ടുമാണ് ആൻസർ, ഇതും ഇതും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഫ്രം ദ ഫിഗർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഫ്രം ദ ഫിഗർ ഫൈൻഡ് ടാൻ എക്സ് സൈൻ വൈ കോസ് വൈ, ഇങ്ങനെ 3 എണ്ണമാണ് തന്നേക്കുന്നത്. ഫിഗർ നോക്കിയാൽ ആദ്യമേ കാണുന്ന ഒരു സാധനം ഇത് 18 ഉണ്ട്, ഇത് 6 ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് എത്രയായിരിക്കും? 18 മൈനസ് 6. സോ ഇത് 12 ആണെന്ന് ആദ്യമേ കിട്ടി. ഇനി ഇത് 12 ആണ്, ഇത് 5 ആണ്. അപ്പോൾ പിന്നെ ഹൈപ്പട്ന്യൂസ് ഇതാണ്. ഇതിവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ പിന്നെ ഇത് ഉറപ്പായിട്ടും 90 ഡിഗ്രിയാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്താൽ ഇവിടെ ഹൈപ്പട്ന്യൂസ് സ്ക്വയർ കിട്ടും. സോ ഇവിടെ ഹൈപ്പട്ന്യൂസിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അതായത് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 144 പ്ലസ് 25 സ്ക്വയർ റൂട്ട് ഓഫ് 169 വിച്ച് ഇസ് ഈക്വൽ ടു 13. അപ്പോൾ ഇത് 13 എന്ന് കിട്ടി. ഇനി വേറെ എന്തെങ്കിലും അറിയാവോ? നമ്മോട് ചോദിച്ചേക്കുന്നത് കണ്ടുപിടിക്കാൻ ടാൻ എക്സ് സൈൻ വൈ കോസ് വൈ. അപ്പോൾ എക്സും വൈയും ഉള്ള ട്രയാങ്കിൾസിൻ്റെ എല്ലാ സൈഡും നമുക്ക് വേണം. ഇപ്പോൾ വൈ ഉള്ളതിൻ്റെ 3 സൈഡും കിട്ടി. ഇനി എന്താണ്ട് എക്സ് ഉള്ള സംഭവം കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എക്സിൻ്റെ ഈ സൈഡ് അറിയാം, ഈ സൈഡ് അറിയാം. അപ്പോൾ ഇനി ഇതും കൂടെ കണ്ടുപിടിക്കാമല്ലോ. ഇതും ഹൈപ്പട്ന്യൂസ് ആണ്, കാരണം 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. സോ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അഗെയിൻ ഇത് ഹൈപ്പട്ന്യൂസ് ആണ്. ഇതിൻ്റെ ഹൈപ്പട്ന്യൂസ് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. 6 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 61 എന്ന് വരും. ഇത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് അറിയത്തില്ല, ഏതായാലും നോക്കാം, ചെയ്തു തുടങ്ങാം. വെറുതെ ആവശ്യമില്ലാത്ത സൈഡ് കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല. അഗൈൻ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇവിടെയാണ് ഇരിക്കുന്നത്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. സോ എക്സിൻ്റെ ഓപ്പോസിറ്റ് ബൈ എക്സിൻ്റെ അഡ്ജസൻറ്റ്. സോ നമുക്ക് രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സോ 6/5 ടാൻ എക്സ് ആദ്യമേ കിട്ടി. ഇനി അടുത്ത സൈൻ വൈ ആണ് ചോദിച്ചേക്കുന്നത്. വൈ സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. സോ വൈയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഇരിക്കുന്നു 5 ബൈ ഹൈപ്പട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതേണ്ട ഇവിടെ 13 ഇസ് ഈക്വൽ ടു 5/13. അതും കിട്ടി. ഇനി കോസ് വൈ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്. അഗൈൻ വൈയുടെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 12 ആണ്, ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത് 13 ആണ്. സോ 12/13 3 കിട്ടി.